ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനൊരുക്കമായുള്ള 8 നോമ്പിൻ്റെ ചൈതന്യത്തിലായിരിക്കുന്ന എല്ലാ ശാലോം പ്രേക്ഷകരെയും ഒത്തിരി സന്തോഷത്തോടെ നഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. UAE കത്തോലിക്ക നഴ്സുമാർക്ക് സെപ്റ്റംബർ 1 മുതൽ 8 വരെ പരിശുദ്ധ അമ്മയോടൊപ്പമായിരിക്കുന്നതിൻ്റെ വലിയ സന്തോഷത്തിലാണ്. കാരണം 8 നോമ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായും ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള നോമ്പിനെ പറ്റിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെ രാപകൽ ഇടമുറിയാതെ പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള വലിയ അനുഗ്രഹമാണ് ഈശോ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. 2012 മുതൽ ഒരു വർഷം പോലും മുടങ്ങാതെ ഇത് മുന്നോട്ട് പോകുന്നതിനെപ്പറ്റി, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെപ്പറ്റി UAE നഴ്സുമാർക്ക് മനസ്സ് നിറയെ സംസാരിക്കാനുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഈ അഖണ്ഡ ജപമാലയിലേക്ക് നമ്മൾക്കും കടന്നുചെല്ലാം. പ്രൈസ് ദി ലോർഡ്. UAE നഴ്സുമാരോട് കൂട്ടായ്മയോടൊപ്പം ജീവിതത്തിൽ ഏറ്റവും അധികം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സ്നേഹവും ഏറ്റവും അധികം അനുഭവിച്ച സമയം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ള മറുപടി ഒന്ന് മാത്രമാണത്. അത് ഓഗസ്റ്റ് 31 വൈകുന്നേരം മുതൽ സെപ്റ്റംബർ 8 വൈകുന്നേരം വരെ ഇവിടെ നടക്കുന്ന അഖണ്ഡ ജപമാലയാണ്. രാപകലില്ലാതെ ഇടമുറിയാതെ നേഴ്സുമാർ ഒന്നൊന്നായി വന്ന് കുടുംബത്തോടെ കൂട്ടായ്മയോടൊപ്പം വന്നിരുന്ന് ജപമാല ചൊല്ലുന്നു. അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു ഭവനം ഇത്ര മനോഹരമായിട്ട് അലങ്കരിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കുറേ പേരുടെ കഠിനമായ പ്രയത്നം നടന്നിട്ടുണ്ട്. നമുക്ക് ദിലീപിനോട് തന്നെ ചോദിക്കാം. ദിലീപേ, ഇതിൻ്റെ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കറിയാം നിങ്ങൾ രാപകലില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും ഓടി വീട്ടിലേക്ക് വരും. ഞങ്ങളെല്ലാം ഇത് അലങ്കരിക്കാനായിട്ട് കൂടുകയായിരുന്നു. എപ്പോഴും ഡ്യൂട്ടി കഴിയുമ്പോൾ ഓടി ഇങ്ങോട്ടേക്ക് വരണം എന്നായിരുന്നു. പക്ഷേ ഡ്യൂട്ടിയിലുള്ള യാതൊരു ക്ഷീണവും ഇത് അലങ്കരിക്കുന്ന നിമിഷങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. മാതാവിൻ്റെ വലിയ കൃപകളെ പറ്റി ഓർക്കുമ്പോൾ, ഇതുവരെയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ചൊരിഞ്ഞ എല്ലാ കൃപകളെയും പറ്റി ഓർക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആവേശം കൂടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബീന, എനിക്ക് തോന്നുന്നു 3 വർഷങ്ങളായിട്ട് ഈ ഒരു അഖണ്ഡ ജപമാലയിൽ തുടർച്ചയായി പങ്കെടുക്കുന്ന ആളാണല്ലേ? അതും ഡ്യൂട്ടി കഴിഞ്ഞ് ഈ ഒരു 8 ദിവസങ്ങളിൽ വേറെ ഒരു കാര്യത്തിനും പോകാറില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോൾ വന്നാലും ബീനയുടെ കാണാറുണ്ട്. അപ്പം ഈ ഒരു ജപമാലയിലൂടെ ബീനയ്ക്കുണ്ടായ അനുഭവം എന്ന് പറയാം.
തുടർച്ചയായി 3 വർഷമായിട്ട് നമ്മൾ ഈ ജപമാല ഇവിടെ ദുബായ് നേഴ്സസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ചെയിൻ ഓഫ് ഹോപ്പ് എന്നാണ് ഞങ്ങൾ ഈ ജപമാലയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അത് ഓഗസ്റ്റ് 31 തൊട്ട് സെപ്റ്റംബർ 8 വരെ തുടർച്ചയായി ചെയ്തുകൊണ്ടുവരുന്നു. അതിനുവേണ്ടി ഞാൻ ഒത്തിരി നേഴ്സസിനെയും അതുമാതിരി ഫാമിലിയായിട്ട് കുടുംബമായിട്ട് നമുക്കറിയാം ഡ്യൂട്ടിക്കിടയിലും കുടുംബം മക്കൾ അതിനിടയിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതിനിടയിലെല്ലാം നേഴ്സുമാരെല്ലാം വിളിക്കുമ്പോഴെല്ലാം അപ്രോച്ച് ചെയ്യുമ്പോഴെല്ലാം സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ആ മാതാവിനോടുള്ള ഭക്തിയോടു കൂടി തന്നെ ഓടി വരുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ തന്നെ കുടുംബമായിട്ട് മക്കളായിട്ട് ഒരുമിച്ചിരുന്ന് ജപമാലയെല്ലാം ചൊല്ലി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം, ആ മാതാവിനോടുള്ള ഭക്തി നിറഞ്ഞ അവരുടെ സന്തോഷം നിറഞ്ഞ ആ മുഖം കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അത് ഞങ്ങൾക്കും ഒത്തിരി ഒരു പ്രചോദനമാണ്. ഷൈജേജി, എനിക്ക് തോന്നുന്നത് ഈ വർഷത്തെ ജപമാലയ്ക്ക് നിങ്ങൾ 3-4 പേരെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ ഒരു 8 ദിവസങ്ങളിൽ 24 മണിക്കൂറും ആൾക്കാർ വന്നു പോകുക എന്ന് പറഞ്ഞാൽ അത് അറേഞ്ച്മെൻറ്റ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ഡ്യൂട്ടി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഒരു ദിവസം 4 മണിക്കൂർ വീതം ഞങ്ങൾ 3 പേർക്ക് അസൈൻമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 4 മണിക്കൂറും ആ കൃത്യസമയത്തിന് ആളുകൾ വരുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ആളുകൾ വിളിക്കുന്നുണ്ട്. അവർ ഓഫ് ഇട്ടിട്ടില്ല, എന്നാലും തീർച്ചയായിട്ടും അവർ വരുമെന്ന പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. മാതാവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്ന 8 ദിവസങ്ങളാണ് ഇനി കടന്നു വരുന്നത്. ബോണിയ, മോൾ ഈ ഒരു അഖണ്ഡ ജപമാലയിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത് അല്ലേ? ഇതിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം ഒന്ന് പറയാമോ? ഞാൻ ദുബായ് വന്നിട്ട് അധികം നാളായില്ല. വന്നപ്പോൾ തന്നെ എനിക്കറിയാൻ പറ്റി ഇവിടെ ഇങ്ങനെ നഴ്സസ് മിനിസ്ട്രി ഇങ്ങനൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടെന്ന്. നാട്ടിൽ നമ്മൾ ജീസസ് യൂത്തിലൊക്കെ പങ്കെടുത്തൊരു പരിചയമുള്ളൂ. ഇവിടെ വന്നപ്പോൾ ഒരിക്കലും കരുതിയില്ല ഇങ്ങനൊരു ഗ്രൂപ്പും ഇങ്ങനൊരു പ്രയർ ഗ്രൂപ്പും ഒക്കെ ഉണ്ടെന്ന്. ആദ്യമൊക്കെ വരാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഈ ജപമാലയെ പറ്റി ഇവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം കണ്ടിന്യൂസ് ഇങ്ങനെ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയൊക്കെ മെസ്സേജുകൾ ഞങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി. കുറേ ചേച്ചിമാർ ഞങ്ങളെ വിളിച്ചു, നിങ്ങൾ വരണം, മടിച്ച് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതിന് വരാൻ തീരുമാനിച്ചു. ഓഫ് റിക്വസ്റ്റ് ചെയ്തു. ആഴ്ചയിൽ 2 ദിവസമാണ് ഓഫ് റിക്വസ്റ്റ് ചെയ്തു. പിന്നെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റി. ഇവിടെ വന്നപ്പം ഒത്തിരി സന്തോഷം. കാരണം നമ്മുടെ മലയാളീസിൻ്റെ കൂടി ഇങ്ങനൊരു പ്രെയർ ഇത്രയും നേരം ഞങ്ങൾക്ക് മാതാവിനോട് അടുത്ത് ആയിരിക്കാൻ പറ്റുന്ന ആ ഒരു സമയം ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. പിന്നെ ഞങ്ങൾ കഴിവതും ഇനിയുള്ള ഈ 8 ദിവസം പറ്റുന്നതുപോലെ അമ്മയോടൊപ്പം ഇവിടെ ആയിരിക്കണം എന്നാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം. ദ ചെയിൻ ഓഫ് ഹോപ്പ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഈ അഖണ്ഡ ജപമാലയെ ദുബായ് സെൻറ് മേരീസ് ചർച്ചിലെ മലയാളി സമൂഹത്തിൻ്റെ ആത്മീയ പിതാവായ ഫാദർ അലക്സ് വാച്ചാപ്പറമ്പിലച്ചൻ ഉദ്ഘാടനം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായി നേഴ്സസ് മിനിസ്ട്രി ഒരുക്കുന്ന അഖണ്ഡ ജപമാലയിലൂടെ എല്ലാവർക്കും ആത്മീയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ അഖണ്ഡ ജപമാലയിലൂടെ തിരുസഭയുടെ നിയോഗങ്ങൾക്കും ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സസിൻ്റെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേക അനുഗ്രഹങ്ങൾ, നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ അഖണ്ഡ ജപമാല നടത്തപ്പെടുന്നു. ശുശ്രൂഷ രംഗത്ത് ഈശോയുടെ സൗഖ്യ ശുശ്രൂഷയുമായി നേഴ്സസ് മിനിസ്ട്രി തങ്ങളുടെ ദൗത്യം തുടരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഏലീശായെ സന്ദർശിക്കാനും ശുശ്രൂഷിക്കാനായുള്ള ആ ദൗത്യം ഒത്തിരിയേറെ അനുകരണീയമാണ്, ധ്യാന വിഷയമാണ്. ഗബ്രിയേൽ ദൂതനോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഉടൻ തന്നെ തിടുക്കത്തിൽ പരിശുദ്ധ അമ്മ ഏലീശായെ ശുശ്രൂഷിക്കാനായിട്ട് പുറപ്പെടുകയാണ്. ഈ ചൈതന്യമാണ് മദർ തെരേസ ഒത്തിരിയേറെ പ്രാധാന്യത്തോടെ കാണുന്നതും മറ്റുള്ളവർക്ക് ഉപദേശമായി നൽകുന്നതും. അപ്പോൾ പരിശുദ്ധ അമ്മ നൽകുന്ന സേവനത്തിൻ്റെ മാതൃക ദൈവാനുഭവത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ശുശ്രൂഷയുടെ സ്നേഹത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തിക്കുവാൻ, ഈശോയെ എത്തിക്കുവാനുള്ള ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന നേഴ്സസ് മിനിസ്ട്രിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ തുടങ്ങുന്ന ഈ അഖണ്ഡ ജപമാല എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അഖണ്ഡ ജപമാല ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇടനെഞ്ചിലെരിയുന്ന
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിച്ചോളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. UAE-യിലുള്ള നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 8 ദിവസങ്ങളായിട്ട് പരിശുദ്ധ അമ്മയുടെ സ്നേഹം അനുഭവിച്ച ദിവസങ്ങളായിരുന്നു. പ്രത്യേകിച്ച് മെയിൽ നേഴ്സുമാരെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അവർ മണിക്കൂറുകളോളം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ചെലവഴിച്ച ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്ക് അവരുടെ അനുഭവങ്ങളിലേക്ക് കടക്കാം. എൻ്റെ പേര് ടോണി. ഞാൻ ദുബായിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഈ കഴിഞ്ഞ 8 ദിവസങ്ങൾ ഒത്തിരി സന്തോഷപ്രദമായ ദിവസങ്ങളായിരുന്നു. പ്രത്യേകമായിട്ട് ഒത്തിരി മാതാവിനോട് ചേർന്ന് നിൽക്കാൻ ഈ കഴിഞ്ഞ 8 ദിവസങ്ങൾ സാധിച്ചു. പ്രത്യേകമായിട്ട് ഞാൻ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തും കൂടെയുള്ള ആൾക്കാരെ ഈ ഒരു ജപമാലയ്ക്ക് കൊണ്ടുവരാൻ ഒത്തിരി പരിശ്രമിച്ചിരുന്നു. ജപമാല എത്ര ചൊല്ലിയാലും ഇനിയും തീരാത്ത, സത്യം പറഞ്ഞാൽ 8-ാം തീയതി ആകരുതെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഒത്തിരി നിയോഗങ്ങൾ എഴുതിയിടാൻ സാധിച്ചു. അങ്ങനെ അതെല്ലാം മാതാവിൻ്റെ പരിശുദ്ധ മാധ്യസ്ഥത്താൽ ഈശോ അതെല്ലാം സാധിച്ചു തരുമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഇനിയും പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ജോമി. ഞാൻ UAE-യിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ കഴിഞ്ഞ 8 ദിവസം ഈ ജപമാലയിൽ പങ്കെടുക്കാൻ വന്നത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഒരു സ്കൂൾ കാലഘട്ടത്തിൽ അവധിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അമ്മ വീട്ടിലേക്ക് പോകുന്നൊരു അനുഭവമുണ്ട്. അത് നമ്മൾ കാത്തിരിക്കും, ആ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. അതേ ഒരു അനുഭവമായിരുന്നു എനിക്ക് ഈ ജപമാലയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ വരുവാനായിട്ട്. അതേ തീഷ്ണതയോടെ അതേ ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ ഈ 8 ദിവസവും ജപമാലയിലേക്ക് വരാൻ സാധിച്ചത്. ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മയുടെ അടുത്ത് വരിക്കുമ്പോൾ ഒത്തിരി സന്തോഷവും ഒത്തിരി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ഈ ജപമാലയോട് എനിക്ക് ലഭിച്ചു. അതിന് സർവ്വശക്തനോട് നന്ദി പറയുന്നു. എൻ്റെ പേര് എൽദോ. ഞാൻ ദുബായിലൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഈ അഖണ്ഡ ജപമാലയിൽ ആദ്യ ദിവസം മുതൽ പങ്കെടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിന് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ബുദ്ധിമുട്ട്, ഒരു ഹൃദയത്തിലൊരു വേദന പോലെ ഉണ്ടായിരുന്നു, ഒരു അസ്വസ്ഥത. അത് തികച്ചും വിവാഹത്തിനാവശ്യമായിട്ടുള്ള പൈസയുടെ കാര്യങ്ങൾ എങ്ങനെ ശരിയാവും എന്നുള്ളൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന ശേഷം, പ്രാർത്ഥിച്ചതിന് ശേഷം
ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്ന ഒരു ചിട്ടി കിട്ടി. അങ്ങനെ വിവാഹത്തിനാവശ്യമായിട്ടുള്ള പൈസയുടെ ഏകദേശം ഒരുക്കങ്ങളൊക്കെ ആയി. അതിന് ഇതിൽ വന്ന് മധ്യസ്ഥയാഴ്ച പ്രാർത്ഥിച്ചതിലൂടെ മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹം ഉണ്ടായി. എൻ്റെ ജീവിതത്തിലൊരു വലിയ അനുഭവമാണ്. ക്രൈസ്തവം. എൻ്റെ പേര് ടെഡ്. ഞാനിവിടെ ഹെൽത്ത് കെയർ സിറ്റിയിൽ ജോലി ചെയ്യുന്നു. നമ്മളെല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മാതാവിൻ്റെ മധ്യസ്ഥം വഴി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നവരാണ്. ഈ 8 ദിവസത്തെ അഖണ്ഡ ജപമാല വഴിയായിട്ട് എനിക്ക് പ്രത്യേകമായിട്ട് മാതാവിനോടുള്ള ഭക്തിയിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ടും ജപമാല ഭക്തിയിൽ കൂടുതൽ വളരുവാനായിട്ടും എല്ലാം ഉള്ള ഒരു പ്രത്യേകം അവസരമായിരുന്നു ഈ 8 ദിവസത്തിലൂടെ എനിക്കുണ്ടായത്. ഇതിനായിട്ട് ഞാൻ പ്രത്യേകം മാതാവിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ദിലീപ്. ഞാൻ ദുബൈയിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 8 ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത 8 ദിവസങ്ങളായിരുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം 8 ദിവസങ്ങൾ അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഭാര്യയും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് അവരുടെ സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച കുറേ ബുദ്ധിമുട്ടുകൾ, കുറേ ടെൻഷനുകളൊക്കെ പരിശുദ്ധ അമ്മ എൻ്റെ ഹൃദയത്തിന് എടുത്തു മാറ്റിയ ഒരു വലിയ അനുഭവം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ എനിക്കുണ്ടായി. ഈ ഒരു വലിയ സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് നിറച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി ഈ നിമിഷത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സ്റ്റീഫൻ. ഞാൻ ദുബായിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഈ ഒരു 8 ദിവസത്തെ ജപമാല പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മുൻപൊക്കെ പതിവായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നെങ്കിലും ജപമാലയായിട്ടും തീക്ഷ്ണതയോടെ ചെല്ലാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു 8 ദിവസത്തിന് ശേഷം ഇവിടെ വന്ന് ജപമാലയിൽ പങ്കെടുത്തതിന് ശേഷം ഏറ്റവും തീക്ഷ്ണമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ചെല്ലാനായിട്ടുള്ളൊരു പ്രചോദനം എനിക്കിതിൽ നിന്ന് ലഭിച്ചു. കുടുംബമായിട്ട് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത 2 ഫാമിലിയെ നമുക്ക് പരിചയപ്പെടാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോൺ പോൾ എന്നാണ്. എൻ്റെ വൈഫ് ജിയാന ജോൺ പോൾ. ഞങ്ങൾ അലൈൻ എമിറേറ്റിൽ നിന്നാണ് ദുബായിൽ ഈ കഴിഞ്ഞ നാളുകളിലുള്ള ജപമാലയിൽ ഭാഗമാകുവാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നു ചേർന്നത്. കഴിഞ്ഞ 8 നാളുകളിലും ഒരു സ്വർഗീയ അനുഭവമാണ് ഈശോ ഞങ്ങൾക്ക് നൽകിയത്. സങ്കീർത്തകൻ്റെ പുസ്തകം 45-ാം അധ്യായം 13-14 വചനം ഇപ്രകാരം പറയുന്നു: രാജകുമാരി സ്വർണ്ണ കസവുടയാട ചാർത്തി വർണ്ണശബളമായ അങ്കി അണിഞ്ഞ് രാജസന്നിധിയിലേക്ക്. അമ്മയെ കൂടുതൽ അടുത്ത് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും അമ്മയുടെ വലിയ മഹത്വം അനുഭവിക്കുവാനും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയുവാനും നഴ്സസ് മിനിസ്ട്രിയിലൂടെ സ്വർഗം ക്രമപ്പെടുത്തിയ ജപമാല അനുഗ്രഹമായി. എൻ്റെ ജിയാന വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നുള്ള പ്രാർത്ഥനയാണ് ഓം പ്രകാശിൽ നിന്നും ഈ ജോൺ പോളിലേക്കുള്ളത്ര ഒരു വലിയ മാറ്റം സ്വർഗം നൽകിയത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സിനോഷ്. ഇത് എൻ്റെ വൈഫ് അനു. ഞങ്ങൾ 2 പേരും നഴ്സുമാരാണ്. ഞങ്ങൾ വീട്ടിൽ എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നുണ്ടെങ്കിലും ഈ ഒരു കൂട്ടായ്മയിലേക്ക് വന്ന് ഈ ജപമാലയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു സ്വർഗീയ അനുഭവം തന്നെയായിരുന്നു. ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം അമ്മയുടെ തിരുപാദത്തിലേക്ക് ഇറക്കി വെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതവും ഞങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം അമ്മയുടെ കൈകളിൽ ഭദ്രമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഒരു വർഷം മാത്രമല്ല, കഴിഞ്ഞ 3 വർഷമായി ഈ ഒരു ഭവനം അതിമനോഹരമായി നമുക്ക് അലങ്കരിച്ച് തരുന്നത് വിൻസെൻ്റ് ബ്രദറാണ്. വിൻസെൻ്റ് ബ്രദർ തൻ്റെ ജോലി തിരക്കിൻ്റെ ഇടയിലും രാത്രി പകലാക്കി നമുക്ക് വേണ്ടിയിട്ട് ഈ ഭവനം അലങ്കരിച്ച് നൽകുന്നു. വിൻസെൻ്റ് ബ്രദർ നമ്മൾ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് ശ്രമിക്കാം. തമ്പുരാൻ തന്ന കഴിവുകൾ തമ്പുരാന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വളരെ സംതൃപ്തി എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാത്രിയിലാണെങ്കിലും വളരെ വൈകിയാണെങ്കിലും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ വളരെ സന്തോഷം അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും നേരത്തെ പ്ലാൻ ചെയ്തല്ല. ഇവിടെ വന്നതിന് ശേഷം കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ അനുസരിച്ചാണ് ഞാൻ ഇവിടെയുള്ള ഈ വർക്കുകൾ ചെയ്യാറുള്ളത്. ഈ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നമുക്കായി അഖണ്ഡ ജപമാല നടത്താനായി സ്വഭവനം തുറന്നു തന്നത് ജേക്കബേട്ടനും ഫാമിലിയാണ്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ 8 ദിവസങ്ങളായിട്ട് നിരവധി വ്യക്തികൾ, ജേക്കബേട്ടൻ അറിയുന്നതും അറിയാത്തതും നിരവധി വ്യക്തികൾ ഇവിടെ വന്നും പോയും വരുന്നു. നേഴ്സസ് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഈ 8 ദിവസങ്ങൾ ഭവനം തുറന്നു തരുവാനായിട്ട് ജേക്കബേട്ടനുണ്ടായ പ്രചോദനം എന്താണ്? എന്താണെന്ന് വെച്ചാൽ ഈ ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങൾ വസിക്കുന്ന ഭവനത്തിൽ മാതാവിൻ്റെ കീർത്തനങ്ങൾ തുടർച്ചയായിട്ട് നടക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങൾ ഈ താമസം തിരഞ്ഞെടുത്തത് തന്നെ പള്ളിയുടെ തൊട്ടടുത്തായതുകൊണ്ട് ആൾക്കാർക്ക് വന്നും പോകാനും ഉള്ള സൗകര്യമുണ്ട്. കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടി ആയതുകൊണ്ടാണ് ഇത് തുറന്നു കൊടുത്തിരിക്കുന്നത്. എമിലി ചേച്ചി, ഈ ഭവനത്തിൻ്റെ ഗ്രഹനാഥ എന്ന നിലയ്ക്ക് നേഴ്സസ് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 8 ദിവസം വാതിൽ തുറന്നു തന്നപ്പോൾ നിരവധി വ്യക്തികളുടെ വന്നും പോയി വരുന്നു. അവരുടെ ഭക്ഷണ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എമിലി ചേച്ചിക്കുണ്ടായിരുന്ന ഒരു അനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവെക്കാമോ? വിശുദ്ധ ലൂക്ക 1:43 പറയുന്നത് പോലെ കർത്താവിൻ്റെ അമ്മ ഈ ഭവനത്തിൽ വരാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്, അതുപോലെ
അനേകം മക്കൾ ഈ 8 ദിവസമായിട്ട് ഈ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഈ ഭവനം ഒരു ഉപകരണമാക്കി തീർത്തതിനോർത്ത് ഞങ്ങൾ ഈശോയ്ക്ക് നന്ദി പറയും. ജേക്കബേട്ടൻ്റെയും എമിലി ചേച്ചിയുടെയും മകളാണ് ആൻ ട്രീസ. ആൻ, ഇവിടെ നടന്ന ജപമാലയിലൂടെയും മറ്റും ആൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവിക അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ ആത്മീയ ജീവിതത്തിലും അതുപോലെ തന്നെ പഠന മേഖലയിലും മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം പലപ്പോഴും തിരിച്ചറിയാനായിട്ടുണ്ട്. അനേകം വ്യക്തികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിന് വളരെയധികം സന്തോഷവുമുണ്ട്. ഈ അനുഭവങ്ങൾ പലപ്പോഴും കൂട്ടുകാരുമായി ഞാൻ പങ്കുവയ്ക്കാറുമുണ്ട്. അനേകം വ്യക്തികൾക്കായി പ്രാർത്ഥിക്കാനായി ഈ ഭവനം തുറന്നു കൊടുത്ത ഈ കുടുംബത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന ഗുണങ്ങളെപ്പറ്റി ഒരു നഴ്സ് പറയുന്നത് ശ്രവിക്കാം. പ്രൈസ് ദ ലോർഡ്. പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ അനുഗ്രഹീത മാതാവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രിയ മണവാട്ടിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ലോകം മുഴുവനുമുള്ള എല്ലാ നഴ്സസിനെയും ഞാൻ സമർപ്പിക്കുന്നു. മറിയം മാത്രമേ സർവ്വസമൃദ്ധിയും നിറഞ്ഞവളായിട്ടുള്ളൂ. നൈർമല്യത്തിലും വിശുദ്ധിയിലും അവൾക്ക് തുല്യയായി ആരും തന്നെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അമ്മയുടെ സുശക്തമായ വിശ്വാസവും അഗാധമായ എളിമയും നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹവും വിശിഷ്ടമായ പ്രാർത്ഥനയും നിഷ്കളങ്കമായ സ്നേഹവും മറ്റെല്ലാ പുണ്യങ്ങളും കൊണ്ട് ലോകം മുഴുവനുമുള്ള എല്ലാ നഴ്സസും അനുഗ്രഹിക്കപ്പെടണം. അമ്മയുടെ താഴ്മയാണ് അമ്മയുടെ വിളിയുടെ അടിസ്ഥാനം. ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തർക്കും ശുശ്രൂഷയുടെ ഒരു മാതൃഭാവം പരിശുദ്ധ അമ്മയിൽ ദർശിക്കാൻ സാധിക്കും. എലീശമ്മ ഗർഭിണിയാണെന്നറിയുമ്പോൾ നസ്രത്തിൽ നിന്നും 70 കിലോമീറ്റർ യാത്ര ചെയ്ത് സക്രിയായുടെ ഭവനത്തിൽ എത്തിച്ചേരുന്ന അമ്മ ഒരു നല്ല നഴ്സിനെയാണ് നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുന്നത്. മിശിഹായുടെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടവൾ. യാതൊരുവിധ അഹന്തയോ ശ്രേഷ്ഠഭാവമോ ആ മുഖത്ത് നാം ദർശിക്കുന്നതേയില്ല. ദൈവത്തിൻ്റെ അമ്മ ഗർഭിണിയായ മറിയം ശുശ്രൂഷ സ്വീകരിക്കുവാനല്ല, മറിച്ച് ശുശ്രൂഷ നൽകുവാനാണ് അവിടെ കടന്നു വരിക. ഈ മനോഭാവമാണ് നമ്മിലും വളരേണ്ടത്. പ്രകാശത്തിൻ്റെ മക്കളായ നാം ഓരോരുത്തരും ഹൃദയത്തിൽ എപ്പോഴും സ്നേഹത്തിൻ്റെ അഗ്നി സൂക്ഷിക്കേണ്ടവരാണ്. അതുപോലെ തന്നെ കാനായിലെ കല്യാണ വിരുന്നിൽ വച്ച് അവിടെ വീഞ്ഞു തീർന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ അവരുടെ വേദനയിൽ പങ്കുകൊണ്ടുകൊണ്ട് അവരുടെ സങ്കടം ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുമ്പോഴാണ് അവിടെ അത്ഭുതം സംഭവിക്കുന്നത്. ഒത്തിരി വേദനയോടെയാണ് നമ്മുടെ മുൻപിൽ ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ രോഗിയും കടന്നു വരുന്നത്. അത് ശാരീരികമായ ബലഹീനതകളാകാം, മാനസികമായ വൈകല്യങ്ങളാകാം, മറ്റു പല പ്രശ്നങ്ങളുമാകാം. അവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ കൈകൾ ഉയരുമ്പോൾ ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കും. അവിടെ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ ജോലി മേഖലയിൽ ഒത്തിരി സഹനങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. സഹനത്തിൻ്റെ പാതയിൽ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ദൈവത്തിന് കീഴ്വഴങ്ങി ജീവിച്ചു. അതുപോലെ നമ്മുടെ ഓരോ പ്രശ്നങ്ങളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആ സമർപ്പണത്തിൽ നിന്നും ശക്തി സ്വീകരിച്ച് ദൈവിക ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും സേവിക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു നഴ്സ് എന്ന നിലയിൽ മാനുഷിക തലത്തിൽ നിന്ന് ദൈവികതയിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ വിശിഷ്ട പുണ്യങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് ധ്യാനിക്കാം. അമ്മയുടെ സുശക്തമായ വിശ്വാസം, അഗാധമായ എളിമ, നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം, വിശിഷ്ടമായ പ്രാർത്ഥന, തീക്ഷ്ണമായ സ്നേഹം, ദൃഢമായ ശരണം, ആഴമായ മൗനം. ഈ പുണ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ദൈവിക സ്വഭാവമുള്ള, ദൈവിക ചൈതന്യം സ്ഫുരിക്കുന്ന ഒരു നല്ല നഴ്സായി മാറുവാൻ അമ്മ നമ്മെ സഹായിക്കട്ടെ. അമ്മയോടൊപ്പം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്
നമുക്കും ഏറ്റുപറയാം. അതിനായി എല്ലാ നഴ്സസിനെയും ഈശോ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ഗുണങ്ങളെപ്പറ്റി നമുക്ക് പറഞ്ഞു തന്ന ഈ നഴ്സിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. വിശുദ്ധ ഡൊമിനിക്കിനോട് പരിശുദ്ധ അമ്മ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ജപമാല ചൊല്ലുന്നവരെല്ലാം എൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. എൻ്റെ പുത്രനായ ഈശോ മിശിഹായുടെ സഹോദരന്മാരും സഹോദരിമാരും. പ്രിയമുള്ളവരെ, ഈ ജപമാല ഭക്തിയിൽ നമുക്കും വളരാം. ഇപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ നടക്കുന്ന അഖണ്ഡ ജപമാലയിൽ നിങ്ങളെല്ലാവരെയും ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഈശോയിൽ നിന്ന് വാങ്ങിത്തരട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധയാവട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.